നിങ്ങൾ 60, 65, 70, 75 അല്ലെങ്കിൽ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളാണോ? ഈ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഒരാളാണോ നിങ്ങൾ? അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 2026 ഏപ്രിൽ 1-ാം തീയതി തൊട്ട് സർക്കാർ പുതിയ ഇൻകം ടാക്സ് നിയമം കൊണ്ടുവന്നതായിട്ട് നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടാകും. നമ്മൾ അതിനെപ്പറ്റി വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഈ പുതിയ മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ സേവിങ്സ്, നിങ്ങളുടെ ചിലവുകൾ, നിങ്ങൾ കൊടുക്കുന്ന ടാക്സ്, നിങ്ങളുടെ ദിവസേനയുള്ള എക്സ്പെൻസസിനെ പോലും ബാധിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ പെൻഷൻ, ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ്, ഏതെങ്കിലും വീടോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗോ ഒക്കെ വാടക കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വാടക, കൂടാതെ മറ്റു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, ഇവയെല്ലാം ആയിരിക്കാം. ഇത്തരത്തിലുള്ള വരുമാനങ്ങൾ ലഭിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ടാക്സിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ബാധിക്കാൻ പോവുകയാണ്. ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇനി തൊട്ട് എത്ര ടാക്സ് ആണ് നിങ്ങൾ അടക്കേണ്ടതായിട്ടുള്ളത്, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, അതുകൂടാതെ എവിടെയാണ് നിങ്ങൾക്ക് പണം സേവ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ കൃത്യമായിട്ട് കണ്ടാൽ, മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഡോണ്ട് സ്കിപ്പ് ദ വീഡിയോ. വിത്തൗട്ട് സ്കിപ്പിംഗ് ദ വീഡിയോ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടിരിക്കണം. ബോസ്വാല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അവിനാശ്. ഒരു ടാക്സിനെ പറ്റി പ്രധാനമായിട്ടും, ടാക്സ് വരുന്ന മാറ്റത്തെ പറ്റി പ്രധാനമായിട്ടും പറയുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പ്രധാനമായിട്ടും വരുന്ന ആളുകൾ ആരൊക്കെയാണ്? അവരുടെ ഏജ് ഗ്രൂപ്പ് എന്താണ്? സർക്കാർ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് സീനിയർ സിറ്റിസൺ കാറ്റഗറിയെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് 60 മുതൽ 79 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾ, അവരെ സീനിയർ സിറ്റിസൺ കാറ്റഗറിയായും 80 വയസ്സും അതിന് മുകളിൽ പ്രായമുള്ള ആളുകളെ സൂപ്പർ സീനിയർ സിറ്റിസൺ ആയിട്ടും തരംതിരിച്ചിരിക്കുന്നു. പുതിയ മാറ്റം അനുസരിച്ച് ടാക്സിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത്, മുൻപത്തെ നിയമപ്രകാരം 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് സീനിയർ സിറ്റിസൺസ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതായത് 60 മുതൽ 79 വയസ്സ് വരെയുള്ള പൗരന്മാർ 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ സൂപ്പർ സീനിയർ സിറ്റിസൺസ് 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള സിറ്റിസൺസ് 5 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. എന്നാൽ പുതിയ നിയമം വരുന്നതോടുകൂടി പ്രധാനമായും ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഈ 3 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയും ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് രണ്ടും ഏകീകരിച്ചുകൊണ്ട് 4 ലക്ഷം രൂപ എന്ന ലിമിറ്റ് ആക്കി മാറ്റിയിരിക്കുന്നു. സീനിയർ സിറ്റിസൺസ് ആവട്ടെ സൂപ്പർ സീനിയർ സിറ്റിസൺസും ആവട്ടെ 4 ലക്ഷം രൂപ വരെയാണ് വരുമാനമെങ്കിൽ ആ എമൗണ്ടിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. സീനിയർ സിറ്റിസന്റെ കാര്യത്തിൽ 1 ലക്ഷം രൂപ കൂടുകയും സൂപ്പർ സീനിയർ സിറ്റിസന്റെ കാര്യത്തിൽ 1 ലക്ഷം രൂപ കുറയുകയും ചെയ്ത് 4 ലക്ഷം എന്ന് പറയുന്ന ഒരു കോമൺ നമ്പർ ആയിട്ട് അത് ഏകോപിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ പുതിയ ടാക്സ് നിയമത്തിലൂടെ. ശ്രദ്ധിക്കുക, ഇത് ഇന്ത്യൻ റെസിഡന്റിന് മാത്രമുള്ള നിയമമാണ്. അതായത് ഇന്ത്യയിൽ താമസിക്കുന്ന സീനിയർ സിറ്റിസൺസിന് മാത്രമേ ഈ നിയമം ബാധകമായിട്ടുള്ളൂ. NRIസിന് ഇത് അപ്ലിക്കബിൾ അല്ല. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ITR ഫയലിംഗുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സീനിയർ സിറ്റിസൺസിന് ഇനി തൊട്ട് ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പുതിയ നിയമപ്രകാരം നിങ്ങളുടെ വരുമാനം 4 ലക്ഷം രൂപയോ അതിൽ കുറവോ ആണെങ്കിൽ നിങ്ങൾ ഇനി തൊട്ട് ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വരുമാനം 4 ലക്ഷം രൂപയിൽ കുറവാണെങ്കിൽ പോലും നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ 50 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ കറന്റ് അക്കൗണ്ടിൽ 1 കോടി രൂപയോ അതിന് മുകളിലോ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ, 60 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബിസിനസ് ടേൺ ഓവർ നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് മാത്രമല്ല 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രൊഫഷണൽ ഇൻകം നിങ്ങൾക്കുണ്ടെങ്കിൽ, മാത്രമല്ല 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഫോറിൻ ട്രാവൽ നിങ്ങൾ നടത്തിയാൽ, 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലെങ്കിൽ, അതുപോലെ ഫോറിൻ അസറ്റും ഫോറിൻ സ്വത്തുക്കളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗവൺമെന്റ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ നിങ്ങളുടെ ചിലവുകളും, അതായത് ലൈഫ് സ്റ്റൈൽ പ്ലസ് സ്പെൻഡിങ്, ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നു. നിങ്ങളുടെ വരുമാനം മാത്രമല്ല സർക്കാർ ട്രാക്ക് ചെയ്യുന്നത്. ഇനി അഡ്വാൻസ് ടാക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പൗരനാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പെൻഷനിൽ നിന്നുള്ള വരുമാനം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള പലിശയിൽ നിന്നുള്ള വരുമാനം മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം കൂടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത്, 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള
മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ചാണ്. നിങ്ങൾ 75 വയസ്സ് പ്രായമുള്ള ഒരാളാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പെൻഷനും അല്ലെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റും മാത്രമേ വരുമാനമായിട്ടുള്ളൂ എന്നാണെങ്കിൽ, മാത്രമല്ല നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വാടക വരുമാനമില്ല, റെന്റ് പോലെയുള്ള ഇൻകം നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ഒരു ബിസിനസ് കാര്യങ്ങളൊന്നുമില്ല, കൂടാതെ ക്യാപിറ്റൽ ഗെയിൻ പോലെയുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾക്കില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാങ്ക് സ്വയം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് TDS ഡിഡക്ട് ചെയ്യുന്നു. അതെ, അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നതാണ്. സോ മുതിർന്ന പൗരന്മാർക്ക് ITRുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള കോംപ്ലിക്കേഷനും, എനിക്ക് ITR കൊടുക്കണോ, ഫയൽ ചെയ്യണോ, ഇനി എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത്, ഞാൻ ഏതെങ്കിലും ടാക്സ് വിദഗ്ധനെ കാണേണ്ട ആവശ്യമുണ്ടോ, ഇത്തരത്തിലുള്ള യാതൊരു ടെൻഷനും ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഇത്രയും ക്രൈറ്റീരിയാസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആൾക്ക് ഒന്നും ടെൻഷനൊന്നും എടുക്കേണ്ടതില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇനി ചില ഹെൽത്ത് ബെനിഫിറ്റും ഈ ഒരു പുതിയ നിയമം വഴി ഉണ്ടാകുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. 70 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് 5 ലക്ഷം രൂപ വരെ ഫ്രീ ഹെൽത്ത് ഇൻഷുറൻസും ഇനി തൊട്ട് നൽകും. പ്രധാനപ്പെട്ട എല്ലാ ട്രീറ്റ്മെന്റുകളും ഇത് കവർ ചെയ്യുന്നു. മാത്രമല്ല ക്യാഷ് ടെസ്റ്റ് ഫെസിലിറ്റിയും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത് ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കലുമായി ബന്ധപ്പെട്ട ബേർഡൻ കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ടാക്സ് നിയമങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അത്രയും പ്രാധാന്യത്തോടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ളത്. നമ്മൾക്ക് വല്ലതും സംഭവിച്ചാലും നമ്മുടെ കുടുംബത്തിന് അതുമൂലം യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കുന്നത്. പോളിസി ബസാറിൽ നിന്നും ഒരു 400 രൂപ മുതൽ 500 രൂപ വരെ പ്രതിമാസം പ്രീമിയത്തിൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് അവൈലബിൾ ആണ്. മാത്രമല്ല 51ലധികം ഇൻഷുറൻസ് പാർട്ട്ണർമാരും പോളിസി ബസാറിൽ ഉണ്ട്. കൂടാതെ 15% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല കോടികളുടെ കവറേജും പോളിസി ബസാറിൽ അവൈലബിൾ ആണ്. ടേം ഇൻഷുറൻസ് പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ്. പോളിസി ബസാറിൽ വരും 400 രൂപ മുതൽ 500 രൂപ വരെ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും അവൈലബിൾ ആണ്. കോടികളുടെ കവറേജ് ഇതിനകത്തുണ്ട്. മാത്രമല്ല 25% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല വെറും 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ലഭിക്കുന്നു. 51ലധികം ഇൻഷുറൻസ് പാർട്ട്ണർമാരും ഇതിനകത്തുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും നിങ്ങൾക്ക് പോളിസി ബസാറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ വീഡിയോ. അതുപോലെ തന്നെ TDSുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, നമ്മുടെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പലിശ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ TDS ആപ്ലിക്കബിൾ ആണ്. പക്ഷേ TDS ഡിഡക്ട് ആയില്ലെങ്കിൽ പോലും ആപ്ലിക്കബിൾ ആണെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫോം 121ൽ വന്ന മാറ്റങ്ങളാണ്. മുമ്പത്തെ നിയമപ്രകാരം എന്താണെന്ന് വെച്ചാൽ 60 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകൾക്ക് ഫോം 15G ആയിരുന്നു. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഫോം 15H ആയിരുന്നു. ഇത് എന്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നുമുള്ള പലിശ നിരക്കിനെതിരെയുള്ള TDS ഒഴിവാക്കുന്നതിനായിട്ട്. എന്നാൽ ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ 15Gയും 15Hും കംപ്ലീറ്റ്ലി ഒഴിവായിക്കൊണ്ട് ഫോം 121 ഇംപ്ലിമെന്റ് ആയിരിക്കുകയാണ്. സോ ഈ ഫോം 121 എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിൾ ആണ്. നമ്മൾ ബാങ്കിനോട് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണ്, എന്റെ വരുമാനം വളരെ കുറവാണ്, എനിക്ക് യാതൊരു തരത്തിലുള്ള ടാക്സ് ബാധ്യതകളും ഇല്ല, സോ എന്റെ TDS കട്ട് ചെയ്യരുത്. ഇത് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഫോമാണ് ഫോം 121. സോ ആർക്കൊക്കെയാണ് ഫോം 121 ഉപയോഗിക്കാൻ പറ്റുന്നത്? 4 ലക്ഷം രൂപയോ അതിൽ കുറവ് വരുമാനമുള്ള 60 വയസ്സിന് കുറവ് പ്രായമുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ടാക്സ് ബാധ്യതകളും ഇല്ലാത്ത 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ. സോ ഈ ഫോം 121 എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളുടെ പാൻ കാർഡ് പ്രകാരമുള്ള നിങ്ങളുടെ പേര്, നിങ്ങളുടെ പാൻ കാർഡിൽ എന്താണ് നിങ്ങളുടെ പേര് അത് അവിടെ ആഡ് ചെയ്യുക, നിങ്ങളുടെ അഡ്രസ്സ് അവിടെ ആഡ് ചെയ്യുക, നിങ്ങളുടെ പാൻ നമ്പർ പൂരിപ്പിക്കുക, അതിനുശേഷം ഇൻഡിവിജ്വൽ എന്നും സെലക്ട് ചെയ്യുക, റെസിഡന്റ് എന്നും സെലക്ട് ചെയ്യുക, പിന്നീട് നിങ്ങളുടെ ഏജും കാറ്റഗറിയും മെൻഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിലും ഫോൺ നമ്പറും നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടാക്സ് ഇയറിന്റെ കാര്യത്തിലും ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. മുൻപ് ടാക്സ് ഇയർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് എന്ന് വെച്ചാൽ അസസ്മെന്റ് ഇയർ പ്ലസ് പ്രീവിയസ് ഇയർ എന്നൊരു മോഡലാണ്. എന്നാൽ പുതിയ നിയമം വന്നതോടുകൂടി അത് ഒറ്റ വർഷമാക്കി ഒറ്റ ഇയർ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഓൺലി ടാക്സ് ഇയർ. ഉദാഹരണത്തിന് 2026, 2027 അങ്ങനെയായിരിക്കും ഒരു ടാക്സ് ഇയർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ഇൻകം .E എന്ന രീതിയിൽ സബ്മിറ്റ് ചെയ്യണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൽ നിന്നും 35,000 രൂപ പലിശ ഇനത്തിൽ ലഭിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ബാങ്കിൽ 10 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതിൽ നിന്നും 70,000 രൂപ പലിശയായിട്ട് ലഭിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? 1,05,000 രൂപ. നിങ്ങൾ കൃത്യമായിട്ട് ഫോം ഫില്ല് ചെയ്തുകൊണ്ട് ഈ കാര്യം ഡിക്ലെയർ ചെയ്യണം. നിങ്ങൾ 5 ലക്ഷം രൂപയുള്ള ബാങ്കിലും 10 ലക്ഷം രൂപയുള്ള ബാങ്കിലും ഈ കൃത്യമായിട്ടും ഈ 2 ഫോമുകൾ നിങ്ങൾ ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഓണർഷിപ്പിന്റെ കാര്യത്തിലും ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. മുമ്പ് നിങ്ങൾക്ക് ഒരു വീട് മാത്രമാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾ താമസിക്കുന്ന ഒരു വീട് നിങ്ങളുടെ പേരിലാണ്, നിങ്ങൾ യാതൊരു തരത്തിലുള്ള ടാക്സും കൊടുക്കേണ്ടതായിട്ടില്ല, ടാക്സ് ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. പക്ഷെ ഒന്നിൽ കൂടുതൽ വീടുകൾ, അതായത് 2 വീട് നിങ്ങളുടെ പേരിൽ സ്വന്തമായിട്ട് ഉണ്ട് എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ നിയമം വന്നതോടുകൂടി നിങ്ങൾക്ക് 2 വീടും നിങ്ങളുടെ പേരിൽ സ്വന്തമായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് യാതൊരു തരത്തിലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. സോ ഇതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് എന്ന് വെച്ചാൽ, 2 വീട്, ഒന്നിൽ കൂടുതൽ ഭവനങ്ങൾ സ്വന്തമായിട്ടുള്ള ആളുകൾക്ക് ഇനി ടാക്സ് യാതൊരു തരത്തിൽ കൊടുക്കേണ്ടതായിട്ടില്ല, അത് അവർക്ക് വളരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വാടക
ഇനത്തിൽ ലഭിക്കുന്ന വരുമാനം പ്രതിമാസം 50,000 രൂപയോ അതിൽ കുറവോ ആണെങ്കിലും ഇനി ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ 2026 ഒക്ടോബർ 1 തൊട്ട് വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ NRI പ്രോപ്പർട്ടി റൂളിനെ സംബന്ധിക്കുന്നതാണ്. NRIയിൽ നിന്നും പ്രോപ്പർട്ടി വാങ്ങുന്നതിനായിട്ട് TAN കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ട്രാൻസാക്ഷൻ കൂടുതൽ ഈസി ആക്കുന്നു. സോ ഇൻകം ടാക്സ് റിട്ടേണിന്റെ ഡെഡ് ലൈൻ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ജൂലൈ 31 ആണ് ITRന്റെ ഡെഡ് ലൈൻ ആയിട്ട് വരുന്നത്. ബിസിനസ്സിലാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ബിസിനസ് റൺ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ ITR ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 31 തീയതിയാണ്. ഓഡിറ്റ് കേസസിന്റെ ഡെഡ് ലൈൻ ഒക്ടോബർ 31 തീയതിയാണ്. സോ ഏപ്രിൽ 1 തൊട്ട് ഈ വർഷം ഏപ്രിൽ 1 തൊട്ട് ടാക്സ് ഇനത്തിൽ ഇൻകം ടാക്സിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, എസ്പെഷ്യലി സീനിയർ സിറ്റിസനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ടാക്സ് ഇനത്തിൽ വലിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാണ്. അതുപോലെ തന്നെ പെനാൽറ്റി ഒഴിവാക്കാനും സാധിക്കും. മാത്രമല്ല നിങ്ങളുടെ പണം കൂടുതൽ ബെറ്റർ ആയി മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടും എഴുതാവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.